ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് IOMF അതിന്റെ 49ാം ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുന്ന ചടങ്ങിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ്. അരനൂറ്റാണ്ട് കാലത്തോളം ഇടവകയെയും സഭയെയും നാടിനെയും സേവിച്ച് വളർന്നു വന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചതിൽ 50ാം വർഷത്തിലേക്കുള്ള പ്രവാസന കവാടത്തിൽ നിന്നുകൊണ്ട് ഇതിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ദൈവം കൃപ ചെയ്ത് 100ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ ഇതേ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷത്തിൽ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്ന ഒരു നല്ല നാഴികക്കല്ലായി ഇന്നത്തെ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. The Indian Orthodox Mercy Fellowship is a spiritual and charitable organization functioning under the patronage of the St. Gregorius Indian Orthodox Mahayadavaga of Kuwait. Was established in 1972 by a small group of like-minded people. We, the members of IOMF, remember with gratitude the late lamented Givargis Mar Eustathios Thirumeni, who graced and blessed the formal foundation of IOMF in the year 1973. IOMF was a noble initiative conceived by 7 youngsters in 1972 to touch the lives of their less fortunate fellow beings through their silent service with a vision of seeking the glory of God in all that they do with their wholeheartedness. As we embark on a new year, celebrating the last 49 years with gratitude and gearing up for the Golden Jubilee year with hope, we entrust the small organization into the hands of the Lord Almighty so that He makes us instruments to serve the poor and needy without any consideration for caste, creed, or religion. This year's Founders Day is special and will be a milestone as we celebrate it fully online for the first time in the history of IOMF. Stay tuned and let us participate in the IOMF Founders Day 2021. May I request our Assistant Vicar, Reverend Father Liju Ponachan, to bless the program with the opening prayer. ബാരക്കിമോർ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കിമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമറിയാമമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറഖിമോർ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷകനുമാകും. ഞങ്ങളെ അളവോട് ആശ്രയിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവമേ, മനോഹരമായ ഈ ദിവസത്തിനായിട്ട് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പിന്റെ ഫൗണ്ടേഴ്സ് ഡേയുടെ ഈ സമ്മേളനത്തെ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവെ, കഴിഞ്ഞ 49 വർഷങ്ങൾ അങ്ങയുടെ മുൻപാകെ സന്തോഷത്തോടുകൂടെ നല്ല സാക്ഷ്യത്തോടുകൂടെ കർത്താവെ നല്ല പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ അടിയങ്ങളെ യോഗ്യരാക്കിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗോൾഡൻ ജൂബിലിയുടെ ഈ വർഷത്തിൽ കർത്താവെ, കൂടുതലായി നല്ല പ്രവർത്തനങ്ങളെ ഈ ലോകത്തിന് മുൻപാകെ കാഴ്ചവെക്കുവാൻ, നല്ല സാക്ഷ്യമുള്ളവരായി ഈ ദേശത്ത് വിളങ്ങുവാൻ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രസ്ഥാനത്തെ നട്ട് നനച്ച് വളർത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും ഈ സമയത്ത് ഓർക്കുന്നു. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങയുടെ മുൻപാകെ എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരായി ഈ ലോകത്തെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഈ സമ്മേളനത്തിന്റെ ആദിയോടന്തം കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ലോകത്തെ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, വാങ്ങിപ്പോരെയും അങ്ങയുടെ പർദീസയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നതായത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. IOMFന്റെ 49ാം ഫൗണ്ടേഴ്സ് ഡേ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ മഹാ ഇടവകയുടെ കാവൽ പിതാവായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും IOMF പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പുണ്യശ്ലോകനായ അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെയും കൽക്കട്ട ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ആയിരുന്ന അഭിവന്യ തേവോദോസ്യോസ് തിരുമേനിയുടെയും പാവന സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിൽ കൂടി നമുക്ക് മാർഗദീപം കാട്ടിത്തന്ന് നമ്മിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരീ സഹോദരന്മാരെയും അഭ്യുദയകാംക്ഷികളെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. Let's express with reverence our deepest condolences at their everlasting memories. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തർ. We have the Bible reading now by Mr. Samuel Chako. 111 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നിരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും ദേശവും ഉള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു.
യഹോവ കൃപയും കരുണയുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തിയുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവരെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. I request our IOMF Vice President, Mr. Saji Varghese, to welcome the gathering. ത്രിയേക ദൈവത്തിനു സ്തുതി. IOMF ഫൗണ്ടേഴ്സ് ഡേയുടെയും 50-ാം വർഷത്തിലേക്ക് കിടക്കുന്ന IOMF കുവൈറ്റിൻ്റെയും ഉദ്ഘാടന ചടങ്ങുകൾക്ക് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുകയാണല്ലോ. സാധാരണയായി ഫൗണ്ടേഴ്സ് ഡേ വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ചുരുക്കേണ്ടി വന്നു. എങ്കിൽ തന്നെയും അതിൻ്റെ പകിട്ടും വ്യാപ്തിയും ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ മുൻകാല അംഗങ്ങൾക്കും പുതിയ തലമുറയിലെ അംഗങ്ങൾക്കും അത് വീക്ഷിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആമുഖമായി ഇവിടെ എടുത്തു പറയട്ടെ. ഇന്നത്തെ നമ്മുടെ ചടങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുന്നത് പ്രസ്ഥാനം പ്രസിഡന്റും മഹാ ഇടവകയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ജിജു ജോർജ് അച്ഛനാണ്. ഫൗണ്ടേഴ്സ് ഡേ ഓൺലൈനായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഔപചാരികതയുടെ പേരിലും ബഹുമാനപ്പെട്ട അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 50-ാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പരിശുദ്ധ ബാവ തിരുമേനിയോട് നമ്മൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ പരിശുദ്ധ പിതാവിന് പെട്ടെന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം പിതാവിൻ്റെ പ്രസംഗം ഈ ഓൺലൈൻ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും തിരുമേനിയുടെ ഒരു അനുഗ്രഹ സന്ദേശം ഇന്ന് ഇവിടെ വായിക്കുന്നതാണ്. തിരുമേനിക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുവാനും ആരോഗ്യ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. 50-ാം വർഷത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ഇടവക മെത്രാപ്പോലിത്തയായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദീവനാസിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. തിരുമേനിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സഹവികാരിയായ ലിജു പൊന്നച്ചൻ അച്ഛൻ, IOMF പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പ്രസിഡന്റുമാരായ വന്യ പുന്നൂസ് അച്ഛൻ, ഫിലിപ്പോസ് അച്ഛൻ, അബു അച്ഛൻ എന്നിവരും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെയും ഈ യോഗത്തിലേക്ക് IOMFിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. മഹാ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ മോനിഷ് ജോർജ്, ഇടവക സെക്രട്ടറി ശ്രീ ജിജി ജോൺ മടക്കുമൂട്ടിൽ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ബാബു വർഗീസ്, ശ്രീ ഷാജി എലഞ്ഞിക്കൽ, ബിലായ് മിഷൻ കോർഡിനേറ്റർ ശ്രീ ഷാജി എബ്രഹാം, കൗൺസിൽ അംഗമായ ശ്രീ എബ്രഹാം സി അലക്സ്, MGM ഭാരവാഹികളായ ശ്രീ പ്രസാദ് ചെറിയാൻ, ശ്രീ ജിജു പി സൈമൺ, ശ്രീ ജിജോ ജോർജ്, MBMന്റെ ഭാരവാഹികളായ ശ്രീ PK വർഗീസ്, എബ്രഹാം സി അലക്സ്, തോമസ് കെ ഉമ്മൻ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. IOMF ഫൗണ്ടർ മെമ്പർമാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീ വർഗീസ് വട്ടപ്പറമ്പിൽ,
ശ്രീ കുഞ്ഞുമൻ വർഗീസ്, ശ്രീ കുര്യൻ വർഗീസ് എന്നിവരെയും പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രയർ ഗ്രൂപ്പ് സോണൽ കോർഡിനേറ്റർ ശ്രീ സമൂവൽ ചാക്കോ, ആമോസ് സോണൽ കോർഡിനേറ്റർ ശ്രീ സാംകുട്ടി ജോർജ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. MGOCSM സെൻട്രൽ കമ്മിറ്റി മെമ്പർ ശ്രീ ബിജു ചെറിയാനെയും കൽക്കട്ട ഡയോസിസ് മീഡിയ കോർഡിനേറ്റർ ശ്രീ ജെറി ജോൺ കോശിയെയും സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. IOMF എക്സലൻസ് അവാർഡിന് അർഹരായ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും IOMF ഫൗണ്ടേഴ്സ് ഡേയുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. IOMFിൻ്റെ എല്ലാ അംഗങ്ങളെയും കുടുംബങ്ങളെയും ആത്മാർത്ഥതയുടെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Next is the lighting of the lamp. പ്രകാശത്തിന്റെ നാഥനായ യേശുവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. പ്രകാശത്തിന്റെ ആ കൈത്തിരിനാളം, സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രത്യാശയുടെയും തിരിനാളം, പിതാക്കന്മാർ നമുക്ക് കൊളുത്തിത്തന്ന ആ തിരിനാളം അണയാതെ നമ്മുടെ ഭവനങ്ങളിലും മനസ്സുകളിലും നമുക്ക് കാത്തു സൂക്ഷിക്കാം. Now let us join together with the IOMF Ladies Group for the prayer song. Directed, audio and video mixing by Mr. Lalu Jacob and coordinated by Mrs. Jessie Jason Verghese.
May I request our IOMF President, Reverend Father Jiju George, to deliver the presidential address. ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 9-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. കഴിഞ്ഞ 50 വർഷക്കാലം പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ കൂടെ ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 1972 സ്ഥാപിതമായ ഈ പ്രസ്ഥാനം ഏത് ഉദ്ദേശ്യത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടു, ആ ഉദ്ദേശ്യങ്ങൾ നിറവേറുവാൻ തക്കവണ്ണം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണല്ലോ നമ്മുടെ പ്രസ്ഥാനം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഒന്ന് നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം അനേക കുടുംബങ്ങളിൽ ദൈവികമായ സ്നേഹവും അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിട്ടുണ്ട്. നമ്മുടെ വൈദ്യ സഹായ പദ്ധതികളാകട്ടെ, വിദ്യാഭ്യാസ സഹായമാകട്ടെ, വിവാഹ സഹായമാകട്ടെ, ഭവന പദ്ധതികളാകട്ടെ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമാകട്ടെ, ലോക്കൽ ചാരിറ്റി ആകട്ടെ, ഈ പദ്ധതികളൊക്കെ അനേകരുടെ ജീവിതത്തിൽ ഒരു സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ മിടുക്കോ സാമർഥ്യമോ ഒന്നുമില്ല. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചോ അത് മാത്രമേ ഉള്ളൂ നമ്മൾ പങ്കുവെക്കുന്നത്. അതാണല്ലോ ക്രിസ്തീയ സാക്ഷ്യം. ആ സാക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം വ്യാപിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും അതിൻ്റെ ഒരു നിമിത്തമായി മാറുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെ കൂടുതലായി ബലപ്പെടുത്തട്ടെ, കൂടുതലായി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമുക്ക് ദൈവമുമ്പാകെ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ നമ്മെ നയിച്ച വന്യ വൈദിക ശ്രേഷ്ഠരെ ഓർക്കുന്നു. അവരുടെ കൂടെ പ്രവർത്തിച്ച IMF മുൻ വൈസ് പ്രസിഡന്റ്മാരെ ഓർക്കുന്നു. കാലകാലങ്ങളായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓഫീസ് ബിയറേഴ്സിനെയും ഓർക്കുന്നു. ഇവരെല്ലാവരുടെയും വലിയ സഹകരണവും സഹായവും പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉള്ളത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ പ്രസ്ഥാനം 50 വർഷം പിന്നിടുമ്പോൾ നമുക്ക് എത്രത്തോളം ദൈവത്തെ നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. തുടർന്നും വൈദിക ശ്രേഷ്ഠരുടെയും നമ്മുടെ എല്ലാ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെക്കാളും വ്യത്യസ്തമാണല്ലോ. COVID-19 പ്രോട്ടോകോൾ കാരണം കൊണ്ട് നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ കാരണം കൊണ്ട് നമ്മുടെ ഈ ആഘോഷം ഇച്ചിരൂടെ നമുക്ക് വിപുലീകരിച്ച് അത് ഗ്ലോബൽ ആഘോഷമായി മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് പ്രവാസ ജീവിതം മതിയാക്കി ജന്മനാട്ടിൽ ആയിരിക്കുന്ന IMF കുടുംബാംഗങ്ങളുണ്ട്. ജോലി സംബന്ധമായി വിവിധ രാജ്യങ്ങളിൽ
പാർക്കുന്ന IMF കുടുംബാംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ഈ വെർച്വൽ ഫൗണ്ടേഴ്സ് ഡേ സെലിബ്രേഷനിൽ ഭാഗമാകുന്നു. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അത് നമ്മുടെ പരസ്പരമുള്ള ബന്ധം കൂടുതലായി ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ബന്ധങ്ങൾ കൂടുതലായി സജീവമായി നിൽക്കട്ടെ. അത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Let me thank you all for all your support which you have given to the IMF in the past years. I hope it will continue in the coming years too. Let me conclude by quoting the Bible verse from St. Paul's letter to the Galatians, chapter 6, verse 9. Let us not be weary in well-doing, for in due season we shall reap, if we faint not. God has given us abundant blessings. He has given us a multiple talents. Let us submit all our talents in His hand. He will strengthen us to multiply our talents. He will bless us so that we can continue the good work which the founders of IMF has started. Let the new generation be a part of this IMF organization, and let the activities of the new generation be a strength for our IMF organization. As we are in the Jubilee year, let us renew our commitments. Let us take a vow that we will spread the kingdom of God through our good deeds. God bless us all. Thank you. അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവകയിലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ ഒരു വലിയ കാഴ്ചപ്പാടോടെ ആരംഭം കുറിച്ച IOMF എന്ന പ്രസ്ഥാനം ഇന്ന് ഇടവകയ്ക്കും സഭയ്ക്കും നാടിനും ഒരു വലിയ മുതൽക്കൂട്ടായി മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ കൂടിയുള്ള ആ വളർച്ചയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തമാണ്, അഭിമാനമാണ്. Next, one of our founder members, Mr. Kurian Varghese, will take us through a beautiful presentation on IOMF journey through the last 49 years. Glory be to the triune God. IOMF, originally known as Indian Orthodox Missionary Fellowship, was founded in 1972, which later got renamed to Indian Orthodox Mercy Fellowship due to certain administrative difficulties. In 1972, we 7 like-minded people in our younger ages from the Indian Orthodox Church Kuwait came up with an idea of an organization with the aim of worship, study, and service. Our initial discussions were all in best ofs and at National Evangelical Church compounds, as almost all of us, except very few, were living here with their families. After the idea was materialized, we started meeting at the homes of some of these members. One of the conditions of membership at that time was the like-mindedness of its members, which is still followed, and the current membership of 46 families proves that. We are all members of St. Gregorios Indian Orthodox Mahaidabaga Kuwait, which is also one of the statutes of membership in IOMF.
In 1973, Indian Orthodox Missionary Fellowship was officially inaugurated by late lamented His Grace Georgios Mar Ostatios, then Reverend Father M.V. George, in the presence of Reverend Father Georgios Taikadavil, our first president, then vicar of Indian Orthodox Church, Kuwait. Our vision is to seek the glory of God in all charity work. Whatever we do, do that heartily, as for the Lord and not for men. Our mission is to inspire and empower underprivileged by offering humanitarian aid for the needy, regardless of their race, creed, or caste. We work according to well-designed plans and a management system that is characterized by proper organization, clarity of responsibilities, and great flexibility. The main source of our income is the contribution from our own members, with which we regularly distribute medical aid, marriage aid, housing aid, special education aid, self-employment aid, orphanage aid in India, and also local aid in Kuwait. Our total charity disbursement since 1973 amounts to about rupees 5.32 crore. And in the year 2019-20, we were able to distribute rupees 27,50,499. We have been able to execute several special projects since the 10th anniversary of IOMF contribution from IOF members as well as well-wishers of IOMF. In 1983, we celebrated our 10th anniversary, where we were able to donate 12 houses for the homeless. As part of our 15th anniversary in 1988, we donated 15 houses, supported 15 self-employment initiatives, and provided 15 educational aid to financially weak students. In 1993, as part of our 20th anniversary, we built 20 houses, provided 20 medical aids, and 20 general aids. We conducted a blood donation campaign in 1997, where we invited the Kuwait Blood Bank to the National Evangelical Church, Kuwait, and a large number of our parish and non-parish members donated their blood. This was the first time in the history of NECK that the Kuwait Blood Bank visits a church to receive blood donation, and the next such visit was in November 2014, after around 18 years of our initiative, which was under the patronage of NECK itself. We celebrated our Silver Jubilee in 1998, wherein we sponsored 25 houses for very needy families, conducted marriages of 25 girls, and provided self-employment aid for the needy with a total aid disbursement of 31.5 lakhs. IOMF 30th anniversary was celebrated in 2002, and we were able to have a shelter over the head of 30 families, fulfill the marriage dreams of 30 girls, and lighten the financial burden of 30 students in their education. This was achieved with a total aid disbursement of rupees 29.27 lakhs. Through Vision 2004, we were able to reach out to almost all corners of Kerala and elsewhere in India, wherein we conducted 37 eye care medical camps for the financially weak, checked 10,639 patients with eye problems, conducted 737 cataract surgeries, distributed 3,621 eyeglasses, and provided free medicines at a total cost of rupees 31.59 lakhs. In 2006, we conducted a spiritual convention codenamed Divine Feast, first of its kind ever to be conducted in Kuwait, which was led by 7 priests from St. Basil Gospel Team of Tumbawan Diocese. Our 35th anniversary project was Give a Life, which was conducted in 2009, where we were able to provide marriage assistance for 37 needy girls with rupees 1 lakh each to 34 girls and half a lakh to 4 girls. Also, self-employment aid in memory of late lamented His Grace Stephanos Mar Theodosios was initiated, but could only commence the work in 2015 due to some difficulties in implementation. As part of our 40th anniversary in 2012, we undertook a project to provide mercy homes to 40 needy families with the 2-bedroom eco-friendly houses built to standard in association with MGOCSM. Also, we were able to provide 15 medical aids, including medical equipment in certain cases, 20 self-employment aid,
mainly to support needy youth, 15 educational assistants for the deserving, and 10 other charity aids for the underprivileged. The overall cost of the project was rupees 40 lakhs. Project spend conducted in 2015 was one of our other major projects at a cost of rupees 34.17 lakhs. The acronym SPEND stands to strengthen families, promote learning, empower women, nurture compassion, and develop talents. The motto was to create awareness in the community about the value of education and better personal health for every individual. Concentrated specifically in 4 areas, major areas of healthcare, by giving prominence to fighting cancer, diabetes, coronary and kidney diseases with awareness, and to support education and healthcare among the most needy and underprivileged individuals. A grand handicraft exhibition and health seminar were also part of the project. It is worth mentioning that the handicraft exhibition included the works of IOMF members and their families only. In 2016, we celebrated our 45th anniversary with the Project Hope, by which we arranged breast cancer awareness camps for the ladies of Malankara Orthodox Syrian Church parishes in Kerala, where more than 1,500 women attended the camps conducted between 2016 and 2018. Founders Award for Educational Excellence was instituted on the 12th February 2016 in honor of founder members of IOMF, where cash award and certificates are given out exclusively for class 12 toppers of St. Gregorios Indian Orthodox Church, Mahai-Dabaga, Kuwait. Stephanos Martevosius Memorial Self-Employment Scheme, the Self-Employment Project, was completed in 2016 in association with Stephanos Martevosius Memorial Mission Center, Patamuttam, a center under Bilai Mission. The project included rupees 10 lakhs as an endowment fund, and an annual interest of rupees 75,000 was used in 2016 to provide sewing machine to 15 financially backward unemployed ladies and training for 24. During 2016-17, rupees 16 lakhs, including the endowment fund, was used for the construction of a hall at the center, which included an office of IOMF. We were able to provide a home for one of the victims of 2018 Kerala flood at a cost of rupees 5 lakhs as part of our Kerala Flood Relief Project, initiated in 2019 and completed in January 2020 when the house was handed over. We are planning several initiatives as part of our Golden Jubilee project during the financial year 21-22. Our Baba Tirumeni has kindly consented to inaugurate the project, whereby we plan to rehabilitate 50 COVID-19 impacted families whose breadwinners have succumbed to the pandemic. IOMF Kerala was registered as a charitable society in 2019 with a registered office at St. Stephanos Mar Theodosius Memorial Mission Center, Patamuttam. My colleague, Mr. Matthew Varghese, will now take us through the formation of IOMF Kerala. May God blessings be with us all, now and at all times. Goodbye. To have an official existence in our homeland was one of our dreams and an ongoing discussion for the last several years. I invite Mr. Matthew Varghese to introduce the details on IOMF Kerala. IOMF കേരള ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് IOMF മെമ്പേഴ്സിൻ്റെ ചാരിറ്റീനെ നിയമവിധേയമാക്കുക, IOMF മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് IOMF കേരള എന്നൊരു പ്രസ്ഥാനം നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അതായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം. എങ്കിലും 1955 സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് IOMF കേരള എന്ന സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് വിശാലമായ ഓപ്പർച്യൂണിറ്റീസാണ് അത് തരുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ പേരിലൊരു സ്ഥലം വാങ്ങിക്കാം, നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം, വൃദ്ധസദനം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ. അങ്ങനെ IOMF കുവൈറ്റിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് IOMF കേരളയെ ഞാൻ കാണുന്നത്.
അതുകൂടാതെ IOMF കുവൈറ്റിൽ നിന്ന് റിട്ടയർ ആയി പോകുന്ന IOF മെമ്പേഴ്സ് ഫോർവേഡ് പോയി കഴിഞ്ഞാൽ അവരുടെ സേവനം നമുക്ക് IOMFൽ കിട്ടുന്നില്ല. എന്നാൽ IOMF കേരള വഴി അവരെയും നമ്മൾ മെമ്പേഴ്സ് ആക്കുന്നു. അടുത്ത ജനറേഷൻ IOMFൻ്റെ അടുത്ത ജനറേഷൻ ആൾക്കാർക്കും മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ IOMF കേരള IOMF കുവൈറ്റിന് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു നൽകുന്നത്. IOMF കേരള നമ്മൾ 2018 തൊട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. 2019 നവംബറിൽ നമുക്ക് രജിസ്ട്രേഷൻ ലഭിച്ചു. 2020 ഫെബ്രുവരിയിലെ ഫൗണ്ടേഷൻ ഡേയിൽ നമ്മളതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മൂലമുണ്ടായ തടസ്സങ്ങൾ കാരണം നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ 2020 ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോഴേ വീണ്ടും നമ്മളതിനെ ആക്റ്റീവാക്കി ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഓപ്പൺ ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. 2021 നമുക്ക് IOMF കേരളയുടെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. IOMF കേരള രൂപീകരിക്കാനായിട്ട് IOMF കുവൈറ്റ് എടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു എന്ന് നമ്മൾ ഭാവിയിൽ തെളിയിക്കും. താങ്ക് യു വെരി മച്ച്. IOMF is growing beyond the limits. Young members of IOMF family has reached to the various corners of the world, and we are proud that our children are witnesses of our Almighty Lord and the ciphers of humanity wherever they are. As part of our global growth, let us listen from our senior member, Mr. PC George, about the vision and mission of IOMF Wing extended to cater to the new generation from a global perspective. Dear friends, greetings in the name of our Lord and Savior Jesus Christ. I address you as friends, as I strongly believe that adult children should be treated as friends by the parents. This message of mine is directed towards the adult sons and daughters of IOMF members who are in different parts of the globe. When you are in Kuwait, I am sure most of you as children would have known about IOMF and would have participated in its cultural activities. IOMF lays emphasis on action-oriented spiritualism rather than speech-oriented spiritualism without any prejudice to the latter. Till last year, IOMF has done charity works worth over 5 crores. Our vision is to see glory of God through charity work. Our Lord Jesus said, "As you did it to one of the least of these of my brethren, you did it to me." St. Matthew 25:40. This is our inspiration, as we are convinced that when we serve the least, we serve our Lord. How can you be associated with IOMF? In 2019, we registered a trust in Kerala by name IOMF Kerala, for IOMF members to continue their work once they leave Kuwait. Though the name is IOMF Kerala, it can function as IOMF Global with the present technology, which enables us to have virtual meetings on Zoom or similar platforms. From April 1 to 2021, all ex-IOMF members and Gen X members, as you are called, are eligible and have an opportunity to become members of IOMF Kerala with a mere subscription of ₹10 and actively participate in our silent service. So, invest part of your time, energy and resources by participating in fundraisers, charity events, help or save a child in need programs, which IOMF Kerala will initiate from time to time. The Bible reminds us through Acts 20:35 that it is blessed to give than to receive. So let us be cheerful givers and be blessed. By the way, research has proved that cheerful giver lives longer and pay it forward.
when people experience generous kindness, they are more prone to treat others with kindness. A combined research study conducted by University of Harvard and University of California has concluded that cooperative behavior, which spreads through social network, is infectious. So, let us be part of this contagious giving. Welcome on board, dear young friends. May God bless us all. Thank you. കർത്താവിൻ്റെ മണവാട്ടിയായ സഭ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതലായ വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും സഭയിലെ അംഗം എന്ന നിലയിൽ ഓരോ IOMF കുടുംബാംഗവും അഭിമാനം കൊള്ളുന്നു. ആദരപൂർവം എഴുന്നേറ്റ് നിന്ന് കാതോലിക്ക മംഗളഗാനം നമുക്കെല്ലാവർക്കും ആലപിക്കാം.
കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലെ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു രോഗികളെ സൗഖ്യമാക്കിയ അനേകം ശുശ്രൂഷകൾ. തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അത്യുന്നത ഭാവമാണ് ആ സൗഖ്യദാന ശുശ്രൂഷകളിൽ ഉടനീളം വെളിവായത്. ആയതിനാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷകൾ നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയ നമ്മുടെ പരിശുദ്ധ ബാബ തിരുമേനിയെയും അഭിമന്യ പിതാക്കന്മാരെയും പ്രാർത്ഥനയിൽ ഓർക്കുവാൻ നാം കടപ്പെട്ടിട്ടുള്ള എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരെയും പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും സഭയെ നയിക്കുവാൻ എല്ലാ കൃപകളും ലഭിക്കുവാനും IOMF കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള ദൈവസന്നിധിയിലുള്ള യാചന ഒരു പ്രാർത്ഥനാ ഗാനമായി നമുക്ക് ഈ അവസരത്തിൽ സമർപ്പിക്കാം. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. നാൽപ്പതു നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അഭിമാനവും ആവേശവുമാണ് ഇന്ത്യൻ എംബസി ഇൻ കുവൈറ്റ്. കുവൈറ്റിലേക്ക് അംബാസിഡറായി പുതുതായി നിയമിതനായ ഹിസ് എക്സലൻസി മിസ്റ്റർ സിബി ജോർജ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മലയാളികളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. IOMF ഫൗണ്ടേഴ്സ് ഡേയിലേക്ക് ആശംസാ പ്രസംഗത്തിനായി ഹിസ് എക്സലൻസി സിബി ജോർജ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. Good evening, everybody. I am happy to learn that Indian Orthodox Mercy Fellowship, a spiritual and charitable organization of St. Gregorios Indian Orthodox Church, Kuwait, is stepping into 50th year of its altruistic and charitable work. I congratulate the office bearers and members of the Indian Orthodox Mercy Fellowship, Kuwait, on this important occasion. The COVID-19 pandemic has underlined the importance of compassion and solidarity. We are all facing difficult times. In such circumstances, work of organizations like this can make a huge difference to the lives of many people. This would bring compassion, harmony, and sense of belonging within the community.
I commend the solidarity shown by your organization towards underprivileged in the past 49 years back home in India and here in Kuwait. I wish a very successful year ahead. Thank you. The Indian Orthodox Mercy Fellowship is proud to look back at its long journey of 49 years of service, where we could extend our helping hands to thousands of needy fellow beings. And let us all thank our Lord Almighty for giving us this opportunity of carrying the gospel of our Lord Jesus as Good Samaritans. Now, the next year is the 50th year, or in other words, the Golden Jubilee for IOMF. May I request our Vicar, Reverend Father Jiju George, to read the Kalpana from our Baba Tirumeni, His Holiness Moran Mar Basilius Paulus II, for the 50th Golden Jubilee celebration year. The Malankara Orthodox Syrian Church Catholicate of the East, Basilios Marthoma Paulos II, Catholicos of the Apostolic Throne of St. Thomas and Malankara Metropolitan. Anugraha Ashamsa. കുവൈറ്റ് സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് അതിൻ്റെ ജീവകാരുണ്യ ശുശ്രൂഷ സരണി അനുഗ്രഹകരമായ 50 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷം ഉണ്ട്. നമ്മുടെ രക്ഷകനായ മശീഹ തമ്പുരാൻ ഈ ലോകത്തിൽ നിർവഹിച്ച ദൈവസ്നേഹത്തിൻ്റെ നിദർശനമായ കാരുണ്യ പ്രവർത്തികൾ പരിശുദ്ധ സഭയിലൂടെ നിർവഹിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ മിഷൻ സാക്ഷ്യമുള്ളതായി തീർന്നത് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. അനേകർക്ക് ആശ്വാസമാകത്തക്ക നിലയിൽ മാതൃകപരമായ അനവധി ജീവകാരുണ്യ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷകൾ ഈ വിധത്തിൽ ഏവർക്കും മാതൃകയാണ് എന്നതിൽ സംശയമില്ല. സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് കോവിഡ് പകർച്ച മൂലം ജീവിത മാർഗം നഷ്ടപ്പെട്ട 50 കുടുംബ അംഗങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുവാൻ ഇപ്പോൾ ആരംഭിക്കുന്ന പദ്ധതിയും അനേക ജീവിതങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസം പകർന്നു നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കുവൈറ്റ് മഹാ ഇടവകയെയും പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരെയും ഇതിൽ സഹകരിക്കുന്ന ഏവരെയും ദൈവം സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബെസലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ, dated 15th March 2021 from Catholicate Palace, ദേവലോകം, കോട്ടയം. Now let us cordially welcome our Diocesan Metropolitan Dr. Joseph Mar Dionysius to bless and unveil the special logo which commemorates the 50th Golden Jubilee celebration. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കുവൈറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ വികാരി, സഹവികാരി, അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടെ ആധ്യാത്മിക സംഘടനകളിൽ മേഴ്സി ഫെലോഷിപ്പ്, ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് അതിൻ്റെ നല്ലതായ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് അതിൻ്റെ പുതിയ ഒരു യുഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ നാന്ദിയായി പുതിയൊരു ലോഗോ പ്രകാശനം ചെയ്യുന്നു എന്ന് നാം അറിയുന്നതിൽ അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്തോഷം മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് അല്പം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയിട്ട് പരിമല ഹോസ്പിറ്റലിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു.
മേഴ്സി ഫെലോഷിപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തകരെയും നേരത്തെയുള്ള പ്രവർത്തകരെയും ഇതിൻ്റെ എല്ലാ അംഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. IOMF, as a part of the 49th Founders Day celebrations, ran a logo competition among our members. We were really impressed with the standard and creativity of the entries, and it was very hard to decide on a winner. After a group vote by the managing committee, we agreed the winner was Mr. Matthews Varghese and Ms. Grishma Elsa Matthews. We congratulate Mr. Matthews Varghese and Ms. Grishma Elsa Matthews. ഇന്നത്തെ ഫൗണ്ടേഴ്സ് ഡേയുടെ വലിയൊരു പ്രത്യേകതയാണ് IOMFന്റെ മുൻകാലങ്ങളിലെ 3 പ്രസിഡന്റുമാരുടെ സാന്നിധ്യം. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകയിൽ 1974 വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വെരി റവറൻ CJ പുന്നൂസ് കോറപ്പിസ്കോപ്പ അച്ഛനെയും 1981 വികാരിയായിരുന്ന റവറൻ ഫാദർ P. ഫിലിപ്പോസ് അച്ഛനെയും 1997 വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന റവറൻ ഫാദർ ഡോക്ടർ എബ്രഹാം ഉമ്മനച്ഛനെയും ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കുവൈറ്റ് മഹാ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 1974 മുതൽ 78 വരെ കുവൈറ്റ് മഹാ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ എനിക്ക് അവസരം തന്നു. അത് ഓർത്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ എല്ലാവരെയും അന്നു മുതൽ എൻ്റെ ഓർമ്മയിലും എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ട്, ഓർക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ആദ്യമായി ഞാനിവിടെ വരുമ്പോൾ 74 തന്നെ ഈ ഇടവകയിൽ പല ആധ്യാത്മിക പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. കർത്താവ് യേശു മിശിഹ തൻ്റെ പർവ്വത കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും എന്നുള്ളതാണ്. ആ തത്വത്തെ മുഖമുദ്രയാക്കിക്കൊണ്ട് അന്നു മുതൽ പ്രവർത്തിച്ച ഒരു വലിയ പ്രവർത്തനമാണ് IOMF ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 50 വർഷമായി പലരുടെയും കണ്ണുനീര് ഒപ്പുവാൻ തക്കവണ്ണം രോഗികളുടെയും വിഷമാനുഭവിക്കുന്നവരുടെയും മനപ്രയാസത്തിലിരിക്കുന്നവരുടെയും മറ്റെല്ലാ രീതിയിൽ വിഷമിക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണുനീര് ഒപ്പുവാൻ തക്കവണ്ണം ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സംഘടനയുടെ 50ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും കൂടുതലായി മറ്റുള്ളവരുടെ കണ്ണുനീര് പോകാൻ തക്കവണ്ണം മേഴ്സി ഫെലോഷിപ്പായിട്ട് ഇത് കൂടുതൽ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ IOMF സംഘടനയുടെ പ്രവർത്തകർക്കും അതിൻ്റെ അഭ്യുദയകാംക്ഷികളായ ഇടവകങ്ങൾക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. 1972 മുതൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സ്പന്ദനമായിട്ട് IOMF ആരംഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഹൃദയം താളം, ആ ഹൃദയമിടിപ്പ് ഇന്നും തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം, I tell you the truth,
whatever you did for one of the least of these brothers of mine, you did it for me. എന്ന തിരുവചനത്തെ അതിൻ്റെ ശക്തമായ ആഹ്വാനമാണ് IOFMനെ ഇന്നൊരു നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഗതികളെയും നിരാശ്രയരെയും കരുതുവാനും സഹായിക്കുവാനും അതിന് ലക്ഷ്യമിട്ട് പ്രവർത്തനം ചെയ്യുന്ന IOMFന്റെ പ്രവർത്തനങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ സമയത്ത് 1981 മുതൽ 1985 വരെ പ്രധാനമായി ഞാൻ ശ്രദ്ധിച്ചത് പണപ്പിരിവ് നടത്തി ആർക്കും വേദനയോ ഭാരമോ ഉണ്ടാക്കാതെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ശ്ലാഘനീയമായി അവർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്മസ് സീസൺ ആരംഭിക്കുന്ന സമയത്ത് അതിമനോഹരമായ അട്രാക്റ്റീവായ പടങ്ങൾ, കാർഡുകൾ, പോർട്രേറ്റ്സ് വിദേശത്ത് നിന്ന് വരുത്തി അത് വിൽപ്പനയ്ക്കായിട്ട് പള്ളിയിൽ വെക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. 2 മാസക്കാലമുള്ള വെള്ളിയാഴ്ചകളിൽ എത്രമാത്രം ആളുകൾ അത് വാങ്ങുവാൻ തക്കവണ്ണം ഇടയായി എന്ന് ഞാൻ ഓർക്കുന്നു. അതേ ഒരു സംതൃപ്തി വാങ്ങുന്നവർ കൂടെ ഉണ്ട് അദൃശ്യ ഭംഗി കാണുവാൻ തക്കവണ്ണമുള്ളത്. എത്ര ഹൃദയ സമർപ്പണത്തോടും കമ്മിറ്റഡ് ആയിട്ടും ഈ വേല IOMF പ്രവർത്തിച്ച് ചെയ്തു ഞാൻ ഓർത്തു പോവുകയാണ്. IOMFന്റെ M എന്ന ആൽഫബറ്റ് മിഷണറി എന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു. എന്നാൽ അത് പ്രശ്നം സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിട്ട് മേഴ്സി എന്ന വാക്ക് വ്യത്യാസപ്പെടുത്തത് ഞാൻ കുവൈറ്റിലുള്ള സമയത്താണ് എന്ന് ഓർക്കുന്നു. ഏറ്റവും അർത്ഥപൂർണമാണ് ഇന്ന് ആ വാക്ക് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. കഴിഞ്ഞ 49 വർഷമായിട്ട് 6 കോടിയിലധികം തുക ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടി സംഭരിച്ചിട്ട് അനേക കുടുംബങ്ങൾക്ക് പല സ്കീമുകൾ വഴിയായിട്ട് അനേക ദുഃഖിതരെ ആതുരരെ സഹായിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. അത് ക്രിസ്തുവിനുള്ള ഒരു പ്രതിബദ്ധതയാണ് ഞാൻ സംശയമന്യേ പറയാം. ദൈവം തമ്പുരാൻ ദാനങ്ങളെ നൽകുമ്പോൾ ദുഃഖിതർക്കും വേദനിക്കുന്നവർക്കും അവരോടുള്ളതായ കടപ്പാട് നിവർത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്. സഭ ഇത് ചെയ്യുന്നില്ലെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. ക്രിസ്ത്യാനിക്ക് ഈ വിസ്മരിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് ആപത്താണ്, അതുപോലെ തന്നെ ഒരു അധപ്പതനവുമാണ്. IOMFന്റെ 50ാം വാർഷികം നിറവേറ്റുന്നത് ഇന്നത്തെ കോവിഡ് മൂലം നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുടെ, തകർന്നുപോയ കുടുംബങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു നീക്കമാണത് എന്നറിയിക്കട്ടെ. എന്നെ പല രീതിയിലും എൻ്റെ പല അപേക്ഷകൾ IOMF സന്തോഷമായിട്ട് സപ്പോർട്ട് ചെയ്ത് സാധുക്കൾക്ക് വേണ്ടി പല കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഓർപ്പിക്കുന്നു. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ കുവൈറ്റ് പ്രദേശത്തായിരിക്കുന്ന സമയത്ത് നിങ്ങൾ തുടരുമ്പോൾ ഈ IOMFൽ കൂടെ നിങ്ങൾ കഴിയുന്ന നല്ല സേവനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ നാമം മഹത്വീകരിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും. ദൈവത്തിന് സ്തുതി. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആധ്യാത്മിക സംഘടനയായ ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭവും 2021 നിങ്ങളുടെ ഫൗണ്ടേഴ്സ് ഡേയുടെ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടുന്നത് എൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പഴയ ഒരു IOMF പ്രസിഡന്റ് എന്ന നിലയിലും പത്താംവട്ടം സ്തെഫാനോസ് മാർ തിയോഡോഷ്യസ് മെമ്മോറിയൽ മിഷൻ സെൻ്ററിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ഈ അവസരത്തിൽ ദൈവത്തെ അടവറ്റ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ വലിയ പ്രവർത്തനത്തിൽ ഒരു ചെറിയ പങ്കാളിയാകുവാൻ വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചതും പത്താംവട്ടം സെൻറ്ററിലുണ്ടായ തുടങ്ങിയ സെൽഫ് ഹെൽപ്പ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ തൗദ്യോസിസ് തിരുമേനിയുടെ ഓർമ്മയ്ക്കായി തുടങ്ങിയ സംരംഭത്തിലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിട സമുച്ചയത്തിലൊക്കെയും നിങ്ങളുടെ ഭീമമായ തുക സംഭാവനയായി തന്ന കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്ക് നന്ദി പറയുന്നു. മേഴ്സി അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം
മനുഷ്യർക്ക് പരസ്പരം കരുണയും സ്നേഹവും ഇല്ലാത്തതാണ്. വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങൾ 19 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന്. Those who show mercy to the poor is lending to Yahweh. അതുകൊണ്ട് നാം ചെയ്യുന്ന കാര്യം അത് എത്ര നിസ്സാരമാണെങ്കിലും ദൈവസന്നിധിയിൽ അത് വളരെ വലിയതാണ്. കാരണം നാം കൊടുക്കുന്ന ഓരോ ഫിൽസോ ഓരോ ദിനാറോ അത് നാം മനുഷ്യർക്കല്ല കൊടുക്കുന്നത്, ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്ന് നാം ഓർക്കുക. അതിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തൻ്റെ ഏറ്റവും ആകർഷകമായ ഒരു ഭാവമെന്ന് പറയുന്നത് ഈ സഹാനുഭൂതിയായിരുന്നു. എവിടെ താൻ പോയാലും അവിടെ ജനങ്ങളെ കാണുമ്പോൾ അവരുടെ കഷ്ടങ്ങളിൽ താൻ മനസ്സലിയുന്നു. അവർക്ക് ആഹാരമാണെങ്കിൽ ആഹാരം, അല്ലെങ്കിൽ രോഗസൗഖ്യമാണെങ്കിൽ രോഗസൗഖ്യമൊക്കെയും താൻ നൽകി. സുവിശേഷം പറയുന്നതോടൊപ്പം തന്നെ താൻ പ്രാധാന്യം കൊടുത്തുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു. അവസാനം നാം ഒക്കെയും ദൈവസന്നിധിയിൽ ന്യായവിധിയുടെ സമയത്ത് നിൽക്കുമ്പോൾ നമ്മെ ന്യായം വിധിക്കുന്നത് നമ്മുടെ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ നൊയമ്പ് കൊണ്ടോ ഒന്നുമല്ല. നാം എത്രമാത്രം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ, വിശക്കുന്നതിന് അപ്പം കൊടുക്കാൻ, നഗ്നനെ ഉടുപ്പിക്കുവാൻ, മറ്റ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് നാം ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികമായി നന്നായി ചെയ്തു, ഇനിയും കൂടുതലായിട്ട് നന്നായി ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം നിങ്ങളുടെ വലിയ സാക്ഷ്യം, ക്രിസ്തീയ സാക്ഷ്യം കഴിഞ്ഞ 50 വർഷങ്ങളായി ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നൽകാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. Six cousins who are a part of the IOMF Gen X and their kids came from different parts of the world to perform the 4-part harmony a cappella, Awesome God by the Cousins. God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Now when he rose up, he was put on the wrist. Our God is an awesome God. There's thunder in his footsteps and lightning in his fist. Our God is an awesome God. And the Lord wasn't jumping when he kicked him out of Eden. It wasn't for no reason that he shed his blood. His return is very soon, so you better be believing. Our God is an awesome God. Yes, we know that he's awesome. And he reigns with power and wisdom. God is an awesome God. We know that he's awesome. And he reigns with power and wisdom. God is an awesome God. Now when the sky was starless in the void of the night, our God is an awesome God. He spoke into the darkness and created the light. Our God
is an awesome God. With judgment and wrath he poured out on Sodom. Mercy and grace he gave us at the cross. I hope that we have not too quickly forgotten. Our God is an awesome God. Yes, we know that he's awesome. And he reigns with power and wisdom. God is an awesome God. God is an awesome God. And he reigns with power and wisdom. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Yes, we know that he's awesome. And he reigns with power and wisdom. God is an awesome God. And we know that he's awesome. And he reigns with power and wisdom. God is an awesome God. God is an awesome God. My God is an awesome God. IOMF always takes the privilege to encourage our new generation, and that was the motive to start the Excellence Award for the top scorers of Class 12. It was our honor to name it as Mar Eustathius Founders Day Award as a token of respect to our beloved, late lamented Eustathius Tirmeni, who blessed the starting of Indian Orthodox Mercy Fellowship in 1973. We would also like to honor our outgoing students of Class 12. Our best wishes and prayers for our children, and we pray that you achieve greater heights in your career. We shall now commence the function with the Excellence Awards. The first award is for the Science Maths category. The topper in this category is Miss Sneha Sarah John, who has scored 95.2%. She is the daughter of Mrs. and Mr. Johnny Jacob Chathingale. I request Reverend Father Juju George to present the award, which consists of a medal, certificate, and a cash award. The second award is for the Science Bio category. For the Science Bio category, we have two students who have scored the same. The first award goes to Mr. Jubal Verghese Thomas, son of Mrs. and Mr. Thomas Chapo. The second award for the same category is for Miss Alina Anna Ebi, daughter of Mrs. and Mr. Ebi I. The third award is for the Commerce category. Miss Alpha Susan Jaimon has scored 96.4% in this category. This year there are two young men who are ready to leave for higher studies. I call upon Georgie Verghese Palakundan to come forward with his parents and receive the memento. There is one more young man who is leaving for higher studies. I request Mr. Manuel Shibu Verghese to come forward with his parents to receive the memento. Thank you all. You wake within me, you're in my heart forever. Wake is a beautiful hill song in praise of our Almighty Father, presenting a worship dance by our shining talents, Leah, Davina, Ria, Alina, Lilia, and Freya, choreographed by Leah. We speak your name, we lift our
Let us have a look with a big round of applause at some of the remarkable achievements received by our IOMF members during the year 2020-2021. Mr. Samkuti George was appointed as the Kuwait Zonal Amos Coordinator for the Calcutta Diocese by His Grace Joseph Mar Dionysius Metropolitan. Mr. Samuel Chaku was appointed as the Kuwait Zonal Prayer Group Coordinator for the Calcutta Diocese by His Grace Joseph Mar Dionysius Metropolitan. Mr. Kurian Varghese was nominated to the Executive Committee of the OSSAE and also appointed as Director of Digital Strategy OSSAE by His Grace Dr. Gabriel Mar Gregorius, the Metropolitan and President of OSSAE. Mr. Saji Varghese Palakundil was appointed as the Director of the Bible Society of Middle East. We are truly privileged to have our founder members in our midst today as we celebrate the 49th Founders Day and welcome the Golden Jubilee year of IOMF. With immense joy, we welcome Mr. Varghese Vattaparambil and Mr. Kunjaman Varghese for a felicitation. പ്രിയ IOMF മെമ്പേഴ്സ്, നിങ്ങൾക്കേവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് ഈ സംഘടന തുടങ്ങിയ നാൾ മുതൽ 1995 വരെ ഇതിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ പേര് വർഗീസ് വട്ടപ്പറമ്പിൽ. കുവൈറ്റിനോട് യാത്ര പറഞ്ഞ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കേശവദാസപുരം എന്ന സ്ഥലത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. ഈ സംഘടന തുടങ്ങിയത് ബഹുമാനപ്പെട്ട തൈക്കടലോച്ചൻ കുവൈറ്റ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ആയിരുന്നപ്പോഴാണ്. അന്ന് ലൈക്ക് മൈൻഡഡായ ചില ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയതാണ്. ഇതിന് മുൻകൈയെടുത്തത് ഈ അടുത്ത കാലത്ത് നിര്യാതനായ ശ്രീ വർഗീസ് പടപ്പേക്കൽ ആയിരുന്നു. ഈ വേളയിൽ നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തരായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ അർത്താത്യോസ് തിരുമേനി കുവൈറ്റ് ഇടവക സന്ദർശിക്കുമ്പോൾ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ സംഘടനയുടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ വേളയിലാണ് സംഘടനയ്ക്ക് ഒരു പേര് നിർദ്ദേശിച്ചത്. ആദ്യം ഇന്ത്യൻ ഓർത്തഡോക്സ് മിഷണറി ഫെലോഷിപ്പ് എന്നാണ് പേര് നൽകിയത്. കുവൈറ്റിലെ ചില പ്രത്യേക സാഹചര്യത്തിൽ മിഷണറി എന്നതിന് പകരം മെഴ്സി എന്ന് ചേർക്കുകയാണ് ഉണ്ടായത്. ആദ്യകാലങ്ങളിൽ സംഘടനയിൽ 8-10 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 20 പേരിൽ കൂടുതൽ സംഘടനയിലേക്ക് എടുക്കേണ്ട എന്ന തീരുമാനിച്ചിരുന്നു. ഒരു വീട്ടിൽ വെച്ച് സൗകര്യപ്രദമായി ഒത്തുകൂടുന്നതിനാണ് പുതിയ തീരുമാനം എടുത്തത്. എല്ലാ പുതിയ മെമ്പേഴ്സിനെ ചേർക്കുമ്പോൾ എല്ലാവർക്കും സമ്മതനായ ആളും സമാന മനസ്കനും ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സംഘടനയുടെ ഉദ്ദേശം പ്രധാനമായും ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളതാണ്. അതിനുവേണ്ട പണം സമാഹരിക്കുന്നതിനായി ആദ്യകാലങ്ങളിൽ ഇടവകയിലെ ഓരോ വീടുകളിലും വഞ്ചി വെച്ച് അതിൽ നിക്ഷേപിക്കുന്ന തുകയും കാണിക്കയായി കിട്ടുന്ന പണവും ഉപയോഗിച്ചായിരുന്നു. കൂടാതെ പിൽക്കാലങ്ങളിൽ ക്രിസ്മസ് കരോൾ നടത്തിയും ക്രിസ്മസ് കാർഡ്സ് ഇമ്പോർട്ട് ചെയ്ത് ഇടവകയിൽ വിറ്റഴിച്ചും കിട്ടുന്ന പണവും ജർമ്മനിയിൽ നിന്നും റിലീജിയസ് ഫോട്ടോസ് വരുത്തി അതിൽ നിന്ന് കിട്ടുന്ന തുകയും ചാരിറ്റി പ്രവർത്തനം നടത്തിയിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും സാമ്പത്തിക സഹായവും സഹകരണവും കൊണ്ട് ഇന്ന് ഈ സംഘടന വളർന്ന് പന്തലിച്ച് ഇടവകയ്ക്കും ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്.
അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സേവനങ്ങൾക്കും നല്ല പ്രവൃത്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. തുടർന്നുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല പ്രവൃത്തികളും സഹായവും ഉണ്ടായിരിക്കണമെന്ന് ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കുഞ്ഞുമ്മൻ വർഗീസ്, കുവൈറ്റ് സിറ്റി ദർവാസ അബ്ദുൾ റസാഖ് സ്ട്രീറ്റിലുള്ള ലേറ്റ് വർഗീസ് പടപ്പക്കലിൻ്റെ വസതിയിൽ വെച്ച് 1972 ഫെബ്രുവരി മാസത്തിൽ IOMF പ്രാർത്ഥനയോടുകൂടി തുടങ്ങി. സംഘടനയുടെ പേര് ഇന്ത്യൻ ഓർത്തഡോക്സ് മിഷനറി ഫെലോഷിപ്പ് എന്നായിരുന്നു. ലേറ്റ് വർഗീസ് പടപ്പക്കലാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലുള്ള സാധുക്കളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് തുടങ്ങിയത്. പള്ളിയിൽ വരുന്ന ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളെ സംഘടനയിൽ ചേർക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാ മാസത്തിൻ്റെയും 4-ാം വെള്ളിയാഴ്ച ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ വീട്ടിൽ മീറ്റിംഗ് കൂടുവാൻ തീരുമാനിച്ചു. 1973 വർഗീസ് മാർ ഒത്താത്യോസ് തിരുമേനി കുവൈറ്റിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി. സംഘടനയിൽ ഇന്ത്യയിലുള്ള സാധുക്കളെ സഹായിക്കുവാൻ ഫണ്ട് റേസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ക്രിസ്മസ് കാർഡ് ജർമ്മനിയിൽ നിന്നും ലോട്ടായി വരുത്തി 20ൻ്റെ പാക്കുകൾ ആക്കി പള്ളി പിരിഞ്ഞു വരുന്നവർക്ക് വിൽക്കുമായിരുന്നു. ജർമ്മൻ ഫോട്ടോസ് വരുത്തി ഫ്രെയിം ചെയ്ത് പള്ളിയിൽ വിറ്റിരുന്നു. പരിമളത്തിരുമേനിയുടെ ഫോട്ടോസ് ഇന്ത്യയിൽ നിന്ന് വരുത്തി ഫ്രെയിം ചെയ്ത് എല്ലാ വീടുകളിലും വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വിജയകരമായി നടത്തി. ഇങ്ങനെ കിട്ടിയ തുക നാട്ടിലെ സാധുക്കളിൽ നിന്നും അപേക്ഷകൾ വരുത്തി ചികിത്സാ സഹായം, പഠന സഹായം, വിവാഹ സഹായം മുതലായ കാര്യങ്ങൾക്ക് അയച്ചു കൊടുത്തു. പാലവിളയിലുള്ള മിഷൻ സെൻ്ററിനും തുക അയച്ചുകൊണ്ടിരുന്നു. അന്ന് ആർക്കും വണ്ടിയില്ല, വീടുകൾക്ക് ലിഫ്റ്റില്ലാത്ത സമയത്ത് ഓരോ മെമ്പേഴ്സ് പരിമല തിരുമേനിയുടെ 4 ഫോട്ടോ വീതം കയ്യിൽ പിടിച്ച് നടന്ന് 4-ാം ഫ്ലോർ വരെ കയറിയും ഫോട്ടോ വിറ്റുകൊണ്ടിരുന്നു. മെമ്പേഴ്സിൻ്റെ ശക്തമായ പ്രവർത്തനം കണ്ട് പലരും സംഘടനയിൽ ചേരാൻ ആഗ്രഹിച്ചു. IOMFൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് എന്ന് നാമകരണം ചെയ്തു. എനിക്ക് 1972 മുതൽ 1990 വരെ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു. 1990 യുദ്ധത്തോടുകൂടി ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. 2016 IOMFന് എന്നെ കുവൈറ്റിൽ വരുത്തി ആദരിച്ചു എന്ന സന്തോഷത്തോടു കൂടി അറിയിച്ചുകൊള്ളുന്നു. Let's take a moment to give thanks for what we have and how blessed we are, without forgetting that all things in life is His blessing. This song will surely touch your heart. നന്ദിയുണ്ട് ദൈവമേ നന്മകൾക്കായി എന്നുമേ, by our own IOMF melodies, directed and audio mixing by Mr. N.U. Matthews, Pallipad.
ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിൻദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. Strength of IOMF is not in the number of memberships, but the quality of our members. 2020 പ്രവർത്തന വർഷത്തിൽ IOMF കുടുംബത്തിലേക്ക് കടന്നു വന്ന പുതിയ ഫാമിലി മെമ്പേഴ്സിനെയും IOMF കുടുംബങ്ങൾക്ക് ദൈവം നൽകിയ പുതിയ തലമുറയിലെ കുരുന്നുകളെയും നമുക്ക് അടുത്തതായി പരിചയപ്പെടാം. പ്രവാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും നേട്ടവും എന്നതാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് ആയുരാരോഗ്യത്തോടെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി വിശ്രമ ജീവിതം നയിക്കുവാനുള്ള ഒരവസരം ലഭിക്കുക എന്നത്. 2020 പ്രവർത്തന വർഷത്തിൽ IOMFൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് പോയ 3 കുടുംബാംഗങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഒപ്പം മുൻ വർഷങ്ങളിലായി കടന്നുപോയ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. May I now invite our Honorable Parish Trustee, Mr. Monish George, for a felicitation. ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ, ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ, ഇടവക സെക്രട്ടറി ശ്രീ ജിജി ജോൺ, IOMFിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സജീവ് വർഗീസ്, ട്രഷറർ വിനോ വർഗീസ്, സെക്രട്ടറി ശ്രീ സന്തോഷ്, സംഘടന മറ്റ് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 വർഷവും മഹായിടവകയുടെ ട്രസ്റ്റി എന്ന നിലയിൽ IOMF ഫൗണ്ടേഴ്സ് ഡേയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായി ഞാൻ കാണുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു വർഷം കോവിഡിൻ്റെ പ്രയാസം മൂലം ഇടവകയ്ക്കും അതോടൊപ്പം ഇടവകയുടെ എല്ലാ സംഘടനകൾക്കും വളരെയധികം പ്രയാസം നേരിട്ടു. എങ്കിലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അതിനൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചു. IOMFനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വർഷവും അനേകരുടെ കണ്ണീരൊപ്പാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 50 വർഷമായി നടത്തി വരുന്നു എന്നുള്ളത് ഇടവകയ്ക്കും അതോടൊപ്പം മലങ്കര സഭയ്ക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമേ സംഘടനയുടെ അംഗത്വത്തിൽ ഉള്ളൂ എങ്കിലും അവരുടെ പ്രവർത്തനത്താലാണ് ആവശ്യക്കാരെ കണ്ടെത്തി സഹായം എത്തിക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഓരോ വർഷവും ഇടവകയിൽ 12ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുന്ന മഹാ ഇടവകയിലെ കുഞ്ഞുങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷത്തെ ഇടവക മാനേജിംഗ് കമ്മിറ്റിയിൽ എന്നോടൊപ്പം IMFFലെ 4 ആക്റ്റീവായ അംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്നത് ഒരു വസ്തുതയാണ്. സംഘടനയുടെ 50ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന ഈ അവസരത്തിലെ ഫൗണ്ടേഴ്സ് ഡേയിൽ എൻ്റെയും സെക്രട്ടറിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. I invite Mr. Prince Chako to deliver the vote of thanks on behalf of the Managing Committee. Greetings to you all in the name of the Holy Triune God. The best and beautiful things in the world cannot be seen or even touched. They must be felt by heart. Gratitude is one such prayer. It's a great honor for us to be here with you all to celebrate 49th year Founders Day and 50th year opening ceremony. Indeed, I am humbled this evening to stand before you on behalf of the Managing Committee to express our sincere gratitude to one and all for taking your precious time in attending this function and making it a wonderful memory. Today's function has become a blessing in disguise as it has turned out to be an international event in the history of IOMF journey. The concept of conducting the Founders Day celebrations completely on a digital platform for the first time was a very daunting prospect. However, by grace of God, selfless efforts and coordination of quite a few people has made this process come together successfully. First and foremost, we thank God Almighty for the gift of IOMF through our founder members way back in 1972. While remembering our 7 stars, the founding members, we thank the ones who are not with us: late Mr. Verghese Padapakil, late Mr. P. Philip, late Mr. Baby Thomas, late Mr. K. Thomas Verghese. Let their souls rest in peace, as well as those who are in our midst, Mr. Verghese Vattaparambil, Mr. Kunjaman Verghese, Mr. Kurian Verghese, for setting us the right testimony to manifest Christ. Stay blessed always, respected and dear ones. We take this opportunity to remember with gratitude our Baba Thirumeni, His Holiness Marthoma Paulos II, for sending out his prayerful wishes apart from his unhealthy conditions. Our sincere prayers are with you, Thirumeni. We also appreciate the support extended by Reverend Father Thomas P. Zakaria for arranging the Kalpana on time. Our heart goes out to our Diocesan Metropolitan, His Grace Dr. Joseph Mar Dionysius, for his warm wishes as well as unveiling 50th year logo. You are in our prayers too, dear Thirumeni. Our thanks goes out to our President, Reverend Father Jiju George, for spearheading tonight's program. With his unfailing support and cooperation, we also remember our ex-President, Reverend Chorepiscopa C.J. Pinos, Reverend Father Philippos P., Reverend Father Dr. Abraham Umman for your presence as well as your heart-touching felicitation. We also thank Reverend Father Liju Pannachan, our Assistant Vicar, for gracing this occasion. We truly express our sincere gratitude to His Excellency, the Indian Ambassador to Kuwait, Mr. Sibi George, and his ever-supporting team for their courtesy during our visit to Indian Embassy to brief IOMF. We wholeheartedly thank His Excellency for his presence and encouraging words, making our event joyful and memorable. Our dear parish trustee, Mr. Monish George, who shared his wishes on behalf of Church Managing Committee, and our ever-smiling parish secretary, Mr. Gigi John Madakamurtal, are also with us. We thank you both for your presence. The Sabha Managing Committee members, Mr. Babu Verghese, Mr. Koshi Eranjikal, acknowledged our invitation for this evening. We thank them for the best wishes that they have conveyed. We also thank Mr. Shaji Abraham, Bilai Commission Coordinator of Kuwait Zone, Mr. Abraham C. Alex, Diocesan Council Member, MGO System Central Committee Member Mr. Biju Cherian,
and Diocesan Media Wing Coordinator Mr. Jerry John Koshi for honoring us with your presence. Office bearers of our sister charitable organizations, the Mar Gregorius Movement and the Mar Basilius Movement are present with us here this evening. On behalf of IOMF, we thank both MGM and MBM for accepting our invitation and honoring us with your presence tonight. Our Parish Area Prayer Group's General Secretary as well as Kuwait Zonal Prayer Group Coordinator of Calcutta Diocese, Mr. Samuel Chaku, and Mr. Samguti George, Kuwait Zonal Amos for Calcutta Diocese, are also with us tonight. Now we are a bit confused if we should say a special thanks to both of them as they are an integral part of IOMF. Nevertheless, we thank you Samachayan and Samguti Chayan for honoring us with your presence. Samachayan had earlier conveyed the regards towards IOMF from Calcutta Diocese Kuwait Zonal Prayer Groups on behalf of President His Grace Dr. Joseph Mar Dionysius, Vice President Father Shaiju Philip, Vikas and Prayer Group Secretaries from all 4 Orthodox parishes in Kuwait. Thank you Samachayan for the same. We thank all the Excellence Award winners and our outgoing students as well as their parents for attending tonight's celebration. Dear children, IOMF is proud of your achievements and we hope that you always soar high in your years to come. This reminds me to convey our special thanks to our Secretary Santosh Samuel and Treasurer Vinod Verghese for planning and coordinating the short and sweet Excellence Award ceremony. We sincerely thank our ever-supporting senior members like Mr. Kurin Verghese for a well-scripted IOMF overview presentation, Mr. P.C. George and Mr. Matthew Verghese for briefing IOMF Kerala, Mr. Jason Verghese, Mr. Koshi Matthew, Mr. Salu John and Mr. Jacob Zakaria for getting hold of audio and video tracks from ex-presidents and founder members. We will cherish the support to you extended. Thank you very much. Our thanks goes out to Mr. Lalu Jacob, Mrs. Jessie Jason for putting their efforts for opening prayer song, Mr. Emmy Matthews for training and audio mixing of Thanksgiving song, Mrs. Lenny Kurian and Mr. James Peter for putting up group dance, Mr. Denny Verghese and team for contributing a cappella. Stay blessed all. Meanwhile, we appreciate the efforts rendered by those who took part in the Golden Jubilee logo designs. We value and respect the efforts of Mr. Shibu Alex and Mrs. Hani Praveen, our evergreen comparing team, for their thoughtful scripts and doing a wonderful job in a smooth and timely manner. This event would not have seen light of the day without the unassuming support of Mr. Ranjit of DX Production as well as timely advice of our own Viju Verghese. Our special thanks goes out to Music Beats for live streaming the event through Zoom, YouTube and Facebook. Tonight's event would not have been possible without the generous sponsorships of IOM's own members, your selfless commitment to IOMF and its activities. We want to thank everyone for attending tonight's function and every single IOMF member who have contributed little or more in word, kind or deed to make this a pleasant evening. We thank you all the young adults of IOMF, the Gen X as we fondly call them, for joining the program from all over the world. We intend to catch up with you all shortly. Stay tuned, dear ones. We also thank all the ex-IOMF senior members who have retired and the ex-IOMF members who have relocated from Kuwait to other countries for attending the program. Thank you very much. Let's stay in touch. While thanking once again our merciful Lord from bottom of our heart, on behalf of the Vice President Mr. Sajeev Verghese Palakundal, Secretary Mr. Santosh Samuel, Treasurer Mr. Vinod Verghese and the Managing Committee, we sign off. Wishing each and every one of you the very best for Catholicate Day celebration, which coincidentally falls tomorrow. Thank you all. God bless and stay safe. From the point in time of human history, respect to the nation is considered divine. To give a formal end to our program today, let us all stand and pay due respect to our homeland, India, by singing aloud the Indian national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा
तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे, जय 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 हे। Ladies and gentlemen, before we end the celebrations for this day, let me request you to sit back and enjoy a very interesting and interactive session for our IOMF family members. Let us fill it with fun and enjoyment. May I welcome Mr. Viju Varghese to this open platform for socializing.